നമ്മുടെ തെറ്റുകളെ, നമ്മുടെ പാപങ്ങളെ നമുക്ക് ഓർമ്മ വരുന്നത് ദൈവത്തോട് ഏറ്റു പറയാം. കർത്താവേ, ഞാൻ തിരുസന്നിധിയിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഹോശേയയുടെ പുസ്തകം 7-ാമത്തെ അധ്യായമാണ്. ഓരോ അധ്യായങ്ങളായി നമ്മൾ ധ്യാനിച്ചു വരികയാണല്ലോ. 7-ാം അധ്യായവും വളരെ നിർണായകമായ ദൈവമക്കൾ ആത്യന്തികമായി പഠിച്ചിരിക്കേണ്ട ഒരുപാട് ഉപദേശങ്ങൾ അടങ്ങിയൊരു ഭാഗമാണ്. 7-ാം അധ്യായം നമുക്ക് പ്രധാനമായി പഠന സൗകര്യത്തിന് വേണ്ടി 4 ഭാഗമായി തിരിച്ചു പഠിക്കാം. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപത്തെക്കുറിച്ചും പാപം മൂലം അവർക്കുണ്ടാകുന്ന ശിക്ഷാ നടപടികളെ കുറിച്ചുമാണ്. വിശുദ്ധ ബൈബിൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് ദൈവം വിശുദ്ധനാണ്. ദൈവം വിശുദ്ധനാകിയാൽ ദൈവത്തിന്റെ മക്കളാകുന്ന തന്റെ മക്കളും വിശുദ്ധരായി തന്നെ ജീവിക്കണം. അതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് എന്താ സംഭവിച്ചത്? 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 7-ന്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ ദൈവം ഇസ്രായേലിന്റെ പാപത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം അവിടുത്തെ മക്കളായതുകൊണ്ട് നാം എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ഒരു ക്യാമറ നിരീക്ഷണത്തിന് കീഴിലാണ്. വേദപുസ്തകം പറയുന്നു, നാം പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ നാം എത്തപ്പെടണം. അതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. എങ്ങനെയും ജീവിക്കാനുള്ള ഒരു ജീവിതമല്ല ഒരു ഭക്തന്റെ ജീവിതം. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, ഞാൻ ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ എഫ്രയീമിന്റെ അകൃത്യം, അപ്പോൾ ദൈവജനത്തിന്റെ അകൃത്യത്തെ കുറിച്ച് അവിടെ പറയും. ശമര്യയുടെ ദുഷ്ടത, വീണ്ടും അവർ ചെയ്യുന്ന വ്യാജം, അടുത്തത് അവരുടെ കവർച്ച, അവർ പങ്കിടുന്ന കൊള്ള, ഇങ്ങനെ ദൈവത്തിന്റെ ജനത്തിന്റെ വഴിവിട്ട ജീവിതത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. യഹൂദയെ എന്ന് വിളിച്ച്, എഫ്രയീമെ എന്ന് വിളിച്ച് ദൈവം അവരുടെ പാപത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിരത്തുകയാണ്. ഓർത്തു നോക്കിയിട്ടുണ്ടോ? നാമൊക്കെ ദൈവത്തെ അറിഞ്ഞ ശേഷം അവിടുത്തെ പുത്രനായ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച നാം പിന്നെയും എത്രമാത്രം പാപത്തിന്റെ വഴികളിലേക്ക് മാറിപ്പോകുന്നുണ്ട്. ദൂർത്തുപുത്രന്റെ കഥ നാം വായിക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ മുഴുജാതിക്കും നിഴലാണ്, നമുക്ക് ഓരോരുത്തർക്കും നിഴലാണ്. നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് അകന്നു പോയവരാണ്. അങ്ങനെ ഒരു മനുഷ്യൻ പാപത്തിൽ അവന്റെ താൽക്കാലിക സുഖത്തിന് വേണ്ടി ജീവിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അതാണ് 2-ാമത്തെ ഭാഗം. 1 മുതൽ 7 വരെ ഇസ്രായേലിന്റെ പാപമാണെങ്കിൽ 8-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ ആ പാപത്തിന്റെ വിശദീകരണങ്ങളാണ്. അവിടെ പറയുന്നു, 8-ാമത്തെ വാക്യം വായിച്ചാൽ, എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, എഫ്രയീം മറിച്ചിടാത്ത ദോശയാണ്. ദോശ നമുക്കെല്ലാം ഇഷ്ടമുള്ള ആഹാരം അല്ലെ? എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ പറയുന്നു, മറിച്ചിടാത്ത ദോശ കൊണ്ടെന്താണെന്ന് കാരണം. ഒരു സൈഡ് മാത്രം കരിഞ്ഞു, മറുഭാഗം വെന്തിട്ടുമില്ല. അത് ഉപയോഗശൂന്യമാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതുപോലെ ദൈവത്തിന്റെ ജനം ഒന്നിനും കൊള്ളാത്ത ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. അവരെ കുറിച്ച് വീണ്ടും വായിക്കുന്നത് 11-ാമത്തെ വാക്യത്തിൽ, എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ട പ്രാവ് പോലെയാകുന്നു, അവൻ മിസ്രയീമിനെ വിളിക്കുകയും അശൂരിലേക്ക് പോവുകയും ചെയ്യും. അടുത്ത ഭാഗം വായിക്കുന്നത്, എന്നാൽ ദൈവം അവിടെ വെച്ച് തന്റെ വല അവരുടെ മേൽ വീശി അവരെ പിടിക്കുകയാണ്. അശൂരിലേക്ക് പോകുന്നു. ഒരു പ്രാവ് ഒരിടത്തേക്ക് തന്റെ കൂട് വിട്ടു പോയാൽ
ഏതെങ്കിലും കെണിയിൽ വീഴുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് പൊട്ടപ്രാവ് എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യമാണ് തന്റെ ജനം ദൈവത്തെ വിട്ട് മാറി മാറി സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി ചേക്കാറാൻ ശ്രമിച്ചപ്പോൾ കെണികൾക്കകത്തകപ്പെട്ടത്. പ്രിയമുള്ളവരെ, ദൈവത്തെ വിട്ട് ഒരു മനുഷ്യനും സുരക്ഷിതമായൊരു താവളത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഏറ്റവും സുരക്ഷിതമായ ഇടം ദൈവത്തിന്റെ സന്നിധിയാണ്. വീണ്ടും നമ്മൾ അതിന്റെ 13 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ, പൊട്ടപ്രാവ് പോലെയായിരുന്ന, മറിച്ചിടാത്ത ദോശ പോലെയായിരുന്ന, എന്തിനേറെ ദൈവത്തിൽ നിന്ന് മാറി അകൃത്യ ജീവിതം ചെയ്ത ഈ ജനത്തെ ദൈവം രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും പിടികൊടുക്കാതെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന ജനം. നോക്കിക്കേ അവസാനത്തെ ഭാഗം 13 മുതലുള്ള വേദഭാഗങ്ങൾ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, അവർ എന്നെ വിട്ടോടിപ്പോയത് കൊണ്ട് അവർക്ക് അയ്യോ കഷ്ടം. അവർ എന്നോട് അതിക്രമം ചെയ്യുക കൊണ്ട് അവർക്ക് നാശം. ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും അവർ എന്നോട് പോഷ്ക സംസാരിക്കും. ഇന്നും തെറ്റുകൾ ചെയ്ത് തെറ്റിലേക്ക് വഴുതി വീഴുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം മാർഗങ്ങളാണ് ദൈവം മനുഷ്യന് വേണ്ടി വെച്ചത്. എന്തിനേറെ ഈ ഒരു പ്രഭാതം നമ്മൾ കണ്ടതും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു കാരണമാണ്, വിശ്വസ്തതയുടെ ഒരു കാരണമാണ്, കരുണയുടെ ഒരു കാരണമാണ്. പക്ഷെ നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാൻ മനസ്സിലായി. ഇവർ ദൈവത്തെ വിട്ട് ഓടിപ്പോയി. പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. ഈ വർഷത്തിന്റെ സമാപന സമയങ്ങളിലാണല്ലോ നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ തെറ്റുകളെ, നമ്മുടെ പാപങ്ങളെ നമുക്ക് ഓർമ്മ വരുന്നത് ദൈവത്തോടെ കർത്താവേ, ഞാൻ തിരുസന്നിധിയിൽ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞു അനുതാപത്തോടെ മടങ്ങി വരാം. ദൈവത്തിൽ നമ്മളെ കുറിച്ച് ഉന്നതമായി ഈ ലഘുപ്രബോധനം അതിനൊരു കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശത്തിൽ വിരമിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിനെ. ആമേൻ. God bless you all.